Hello and welcome back to our channel. So ഇന്ന് നമുക്ക് സർവേയിങ്ങിൻ്റെ തേർഡ് പാർട്ട് ഓഫ് ക്വിക്ക് റിവിഷൻ സീരീസ് ആണ്. സോ ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ലെവലിംഗ്, പ്ലെയിൻ ടേബിൾ സർവേ ആൻഡ് കോണ്ടൂർസ്. സോ ലെവലിംഗ് ഒക്കെ അത്യാവശ്യം ലെങ്തി ചാപ്റ്റർ ആണ്. സോ നമുക്ക് മാക്സിമം പോയിന്റ്സ് കവർ ചെയ്ത് റിവൈസ് ചെയ്യാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ എന്താണ് ലെവലിംഗ്? ലെവലിംഗ് എന്ന് പറയുന്നത് ഒരു പോയിന്റിൻ്റെ എലിവേഷൻ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് ഇൻ എലിവേഷൻ കണ്ടുപിടിക്കുക. ദ മെത്തേഡ് യൂസ് ടു ഫൈൻഡ് ഔട്ട് എലിവേഷൻ ഓഫ് എ പോയിന്റ് വിത്ത് എ ഗിവൺ റെഫറൻസ് ഇസ് കോൾഡ് ആസ് ലെവലിംഗ്. നമ്മുടെ എർത്ത് സർഫസിന് പാരലലായിട്ടുള്ളൊരു സർഫസിനെയാണ് നമ്മൾ ലെവൽ സർഫസ് ആയിട്ട് എടുക്കുന്നത്. ആൻഡ് സർഫസ് ഓഫ് എ സ്റ്റിൽ വാട്ടർ ഇസ് എ 2 ലെവൽ സർഫസ്. ലെവൽ സർഫസിലുള്ളൊരു ലൈനിനെയാണ് നമ്മൾ ലെവൽ ലൈൻ എന്ന് പറയുന്നത്. ലെവൽ ലൈൻ ഇസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലം ലൈൻ. ആൻഡ് ലെവൽ സർഫസിന് ടാൻജൻഷ്യൽ ആയിട്ടുള്ളൊരു പ്ലെയിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ളൊരു ലൈനിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ലൈൻ ഇസ് സ്ട്രെയിറ്റ് ടാൻജൻഷ്യൽ ടു ദി ലെവൽ ലൈൻ. ഇനി നമ്മുടെ ലെവൽ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു ലൈനിനെയാണ് നമ്മൾ വെർട്ടിക്കൽ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡേറ്റം എന്ന് പറയുന്നത് ഒരു ആർബിട്രറി അസ്യൂം ലെവൽ സർഫസ് ടു വിച്ച് എലിവേഷൻസ് ആർ റെഫേർഡ്. മീൻ സീ ലെവലാണ് ഒരു കൺവീനിയൻറ്റ് ഡേറ്റമായിട്ട് നമ്മൾ എടുക്കുന്നത്. ആവറേജ് ഹൈറ്റ് ഓഫ് സീ ഫോർ ഓൾ സ്റ്റേജസ് ഓഫ് ടൈഡ്സ് ആണ് മീൻ സീ ലെവൽ. ഇനി വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എബവ് ഓർ ബിലോ ദ ഡേറ്റം ഇസ് കോൾഡ് ആസ് എലിവേഷൻ. Relatively permanent point of reference whose elevations with reference to some assumed datum are known as benchmark. നമുക്ക് എലിവേഷൻ അറിയാവുന്ന ഒരു പെർമനൻറ്റ് പോയിന്റ് ആണ് നമ്മൾ ബെഞ്ച്മാർക്ക് ആയിട്ട് എടുക്കുന്നത്. പല ടൈപ്സ് ഉണ്ട്. ഗ്രേറ്റ് ട്രിഗ്നോമെട്രിക് സർവേ ബെഞ്ച്മാർക്ക് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ സർവേ ഓഫ് ഇന്ത്യ അറ്റ് an interval of about 100 kilometers all over India. ഓരോ 100 കിലോമീറ്റർ ഇൻ്റർവെല്ലിലും GTS ബെഞ്ച്മാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പെർമനൻറ്റ് ബെഞ്ച്മാർക്ക് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഗവൺമെൻറ് ഏജൻസീസ് ബിറ്റ്വീൻ GTS ബെഞ്ച്മാർക്ക് അറ്റ് an interval of 10 kilometers. GTS ബെഞ്ച്മാർക്കിനിടയ്ക്ക് ഓരോ 10 കിലോമീറ്റർ ഇൻ്റർവൽസിലുമാണ് പെർമനൻറ്റ് ബെഞ്ച്മാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. Reference points whose elevations are arbitrarily assumed for small leveling operations is arbitrary benchmark, and reference points on which a day work is closed and from there leveling is continued the next day is ടെമ്പററി ബെഞ്ച്മാർക്ക്. ഒരു ഡേയുടെ വർക്ക് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു റെഫറൻസ് പോയിന്റ് എടുക്കും. ആൻഡ് ദ നെക്സ്റ്റ് ഡേ ദ വർക്ക് ഇസ് കണ്ടിന്യൂഡ് ഫ്രം ദാറ്റ് റെഫറൻസ് പോയിന്റ്. അതാണ് നമ്മുടെ ടെമ്പററി ബെഞ്ച്മാർക്ക്. ലെവലിംഗ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്സ് ഉണ്ട്. ഡയറക്റ്റ് ലെവലിംഗ് ആൻഡ് ഇൻഡയറക്റ്റ് ലെവലിംഗ്. ഡയറക്റ്റ് ലെവലിംഗ് ഇസ് സ്പിരിറ്റ് ലെവലിംഗ് ആൻഡ് ഇൻഡയറക്റ്റ് ലെവലിംഗ് ഇസ് ബാരോമെട്രിക് ലെവലിംഗ് ആൻഡ് ട്രിഗണോമെട്രിക് ലെവലിംഗ്. അടുത്തത് ബാരോമെട്രിക് ലെവലിംഗ്. ബാരോമെട്രിക് ലെവലിംഗ് എന്ന് പറയുന്നത് ഒരു മെത്തേഡ് ഓഫ് ലെവലിംഗ് വിച്ച് ഇസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള വെർട്ടിക്കൽ ലെവൽ ഡിഫറൻസ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദി ഡിഫറൻസ് ഇൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് ദീസ് 2 points. ആൻഡ് ബാരോമെട്രിക് ലെവലിംഗ് ഇസ് യൂസ്ഡ് ഫോർ റിക്കഗ്നൈസൻസ് സർവേ. ട്രിഗണോമെട്രിക് ലെവലിംഗ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പോയിന്റിൻ്റെ എലിവേഷൻ അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ എലിവേഷൻ കണ്ടുപിടിക്കുന്നത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസസും വെർട്ടിക്കൽ ആംഗിൾസും ട്രിഗണോമെട്രിക് റിലേഷൻസും യൂസ് ചെയ്തിട്ടാണ്. സച്ച് എ പ്രോസസ് ഓഫ് ലെവലിംഗ് ഇസ് കോൾഡ് ആസ് ട്രിഗണോമെട്രിക് ലെവലിംഗ്. സ്പിരിറ്റ് ലെവലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ഡയറക്റ്റ് ലെവലിംഗ് ആണ്. യൂസിങ് എ സ്പിരിറ്റ് ലെവൽ ആൻഡ് എ ടെലിസ്കോപ്പ്. ലെവലിംഗ് സ്റ്റാഫിലോട്ട് റീഡിങ്സ് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് ലെവലിംഗ് ആണ് നമ്മുടെ സ്പിരിറ്റ് ലെവലിംഗ്. പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ് ഇസ് ടു ഒബ്റ്റെയിൻ ദ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ്. സ്പിരിറ്റ് ലെവൽ അല്ലെങ്കിൽ ഡയറക്റ്റ് ലെവലിങ്ങിൻ്റെ പല ടൈപ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ സിമ്പിൾ ലെവലിംഗ്. സിമ്പിൾ ലെവലിംഗ് എന്ന് പറയുമ്പോൾ ലെവലിംഗ് പെർഫോംഡ് അറ്റ് എ സിംഗിൾ സെറ്റപ്പ് when the points are nearer to each other without any obstacles. And differential leveling or continuous leveling or compound leveling, where the number of interstations are located and instrument is shifted at each station. Leveling conducted when the benchmark is very far from the workstation is fly leveling, and leveling carried out to check the accuracy of work is check leveling. Leveling generally adopted to find elevation of points along a line such as road, rails or rivers etc. is profile leveling or longitudinal leveling. Modified form of trigonometric leveling in which tachyometer principle is used to determine the elevation of a point is stadia leveling. Type of leveling in which cross-sections are run at right angles to the longitudinal profile on either side and provide data for estimation quantities of earthwork and for other purposes are cross-sectional leveling. Instrument used for direct leveling നമ്മുടെ level and leveling staff ആണ്. Least count of a leveling staff എന്ന് പറയുന്നത് 0.005 meters. Parts of a level എന്ന് പറയുമ്പോൾ leveling head, level tube and a telescope. Leveling head is provided to bring the bubble in its center. അതായത് ഇൻസ്ട്രുമെൻറ്റിന് ലെവൽ ചെയ്യാനാണ് leveling head. Upper plate of leveling head is tribrac and lower plate of leveling head is trivet.
KWD Overseer Grade 2, Grade 3 mock test series നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. മെക്കാനിക്കൽ പോർഷൻസും സിവിൽ പോർഷൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ടെസ്റ്റ് സീരീസ്. ടെസ്റ്റ് സീരീസിന് എൻറോൾ ചെയ്യാനായിട്ട് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇനി ലെവൽ ട്യൂബിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു മേക്ക് ദ ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ. ലെവൽ ട്യൂബ് ഇസ് അറ്റാച്ച്ഡ് ടു ദ ടോപ്പ് ഓഫ് ടെലിസ്കോപ്പ് ബൈ മീൻസ് ഓഫ് capstan headed nuts. Imaginary line tangential to the longitudinal curve of bubble tube at its center is called as axis of bubble tube, and the ability of a bubble tube to show very small deviations is called as sensitivity. Sensitivity depends on various factors. Radius of tube increase ചെയ്യുമ്പോൾ sensitivity increases, length of the tube increase ചെയ്യുമ്പോൾ sensitivity increases. Roughness of the wall കൂടുമ്പോൾ sensitivity decreases. Viscosity, surface tension, temperature കൂടുമ്പോൾ sensitivity decreases. Sensitivityയുടെ equation എന്ന് പറയുന്നത് L/R is equal to S/ND, where L is the length of the smallest division, R is the radius of curvature, S is the staff intercept, N is the number of divisions, and D is the horizontal distance. ഇനി അടുത്തത് ടെലിസ്കോപ്പാണ്. ടെലിസ്കോപ്പിന് ലെവൽ ഇസ് ടു പ്രൊവൈഡ് ദ ലൈൻ ഓഫ് സൈറ്റ്. ടെലിസ്കോപ്പ് ക്യാൻ ബി റിവേഴ്സ്ഡ് വിത്തൗട്ട് റൊട്ടേറ്റിംഗ് ദ ഇൻസ്ട്രുമെൻറ്റ് ഇസ് എ റിവേഴ്സിബിൾ ലെവൽ. ഇൻസ്ട്രുമെൻറ്റ് റൊട്ടേറ്റ് ചെയ്യാതെ നമ്മൾ ടെലിസ്കോപ്പിന് റിവേഴ്സ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ലെവൽസ് ആണ് റിവേഴ്സിബിൾ ലെവൽസ് എന്ന് പറയുന്നത്. കുക്സ് റിവേഴ്സിബിൾ ലെവൽ ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഡംബി ലെവൽ ആൻഡ് എ വൈ ലെവൽ. കുഷ്യൻസ് ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് ടെലിസ്കോപ്പിന് റിവേഴ്സ് ചെയ്യാനായിട്ട് നമ്മുടെ ഒബ്ജക്റ്റ് എൻഡും ഐ പീസ് എൻഡും കൂടെ ഇൻ്റർചേഞ്ച് ചെയ്യും. Instrument mainly designed for precise leveling works is tilting level. Automatic level is also known as self-aligning level. Telescope രണ്ട് types ഉണ്ട്, internal focusing type and external focusing type. Internal focusing type the telescope may be focused by the movement of concave lens in the telescope. And external focusing type the telescope may be focused by the movement of objective tube. Internal focusing type telescope double concave lens ആണ് യൂസ് ചെയ്യുന്നത്. External focusing type telescope analytic lens ആണ് യൂസ് ചെയ്യുന്നത്. Brilliancy is more for an external focusing telescope. Analytic lens is made up of convex lens. Function of eyepiece is to magnify both the image and the crosshairs. Most commonly used eyepiece is Ramsden eyepiece. Ramsden eyepiece consists of two planar convex lens and it is also known as non-erecting eyepiece. Erecting eyepiece consists of four planar convex lens. Objective is made up of a compound lens called as achromatic lens. Achromatic lens consists of double convex lens and a convex concave lens. Double convex lens is made up of crown glass and convex concave lens is made up of flint glass. ലെൻസിൽ ഉണ്ടാകുന്ന രണ്ട് ഡിഫക്ട്സ് ആണ് സ്ഫെറിക്കൽ അബറേഷൻ ആൻഡ് ക്രോമാറ്റിക് അബറേഷൻ. സ്ഫെറിക്കൽ അബറേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈറ്റ് റേസിന് ഒരു പോയിന്റിലോട്ട് കൺവേർജ് ചെയ്യാൻ അല്ലെങ്കിൽ കളക്ട് ചെയ്യാൻ പറ്റാത്ത ലെൻസിൻ്റെ ഡിഫക്റ്റിനെയാണ് നമ്മൾ സ്ഫെറിക്കൽ അബറേഷൻ എന്ന് പറയുന്നത്. ക്രോമാറ്റിക് അബറേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വൈറ്റ് ലൈറ്റിന് പല കളേഴ്സായിട്ട് ഡിസ്പേഴ്സ് ചെയ്യുന്ന ആ ഒരു ലെൻസിൻ്റെ ഡിഫക്റ്റിനെയാണ് നമ്മൾ ക്രോമാറ്റിക് അബറേഷൻ എന്ന് പറയുന്നത്. ആബ്സെൻസ് ഓഫ് സ്ഫെറിക്കൽ അബറേഷൻ എന്ന് പറയുന്നതാണ് എപ്ലനാറ്റിസം. ആബ്സെൻസ് ഓഫ് ക്രോമാറ്റിക് അബറേഷൻ എന്ന് പറയുന്നതാണ് എക്രോമാറ്റിസം. And power of a telescope to produce sharp image is called as definition. Ratio of focal length of objective to focal length of eyepiece is called as magnification. ഒബ്ജക്റ്റിവിൻ്റെയും ഐ പീസിൻ്റെയും ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈനാണ് നമ്മുടെ ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ്. ആൻഡ് ഒബ്ജക്റ്റിവിൻ്റെ ഒപ്റ്റിക് സെൻറ്ററും ക്രോസ് എയേഴ്സിൻ്റെ ഇൻ്റർസെക്ഷനിലൂടെയും പാസ് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈനാണ് നമ്മുടെ ലൈൻ ഓഫ് കോളിമേഷൻ ഓർ ലൈൻ ഓഫ് സൈറ്റ്. ഏത് പോയിന്റിലാണോ നമുക്ക് എലിവേഷൻ എടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഏത് പോയിന്റിലാണോ സ്റ്റാഫ് കീപ്പ് ചെയ്യുന്നത് ആ ഒരു പോയിന്റാണ് നമ്മുടെ സ്റ്റേഷൻ. സെൻട്രൽ ലൈൻ ഓഫ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇസ് വെർട്ടിക്കൽ ആക്സിസ്. The vertical distance of a point above or below the datum line is known as reduced level of that point. ഇനി നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്ത് ലെവൽ ചെയ്ത് ഒരു സ്റ്റേഷനിലോട്ട് എടുക്കുന്ന ഫസ്റ്റ് റീഡിംഗ് ആണ് നമ്മുടെ ബാക്ക് സൈറ്റ് അല്ലെങ്കിൽ പ്ലസ് സൈറ്റ്. ആൻഡ് ലാസ്റ്റ് റീഡിംഗ് ബിഫോർ ഷിഫ്റ്റിംഗ് ദ ഇൻസ്ട്രുമെൻറ്റ് ഇസ് കോൾഡ് ആസ് ഫോർ സൈറ്റ് ഓർ മൈനസ് സൈറ്റ്. ഇനി ഫോർ സൈറ്റിനും ബാക്ക് സൈറ്റിനും ഇടയ്ക്കുള്ള മറ്റേതൊരു സ്റ്റാഫ് റീഡിങ്ങിനെയും നമുക്ക് ഇൻ്റർമീഡിയറ്റ് സൈറ്റ് എന്ന് പറയാം. ഇനി നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു പോയിൻ്റാണ് നമ്മുടെ ടേണിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ ചേഞ്ച് പോയിൻ്റ്. ഈ ഒരു പോയിന്റിൽ നമ്മൾ രണ്ട് റീഡിങ്സും അതായത് ബാക്ക് സൈറ്റും ഫോർ സൈറ്റും നമ്മൾ എടുക്കും. ഓക്കെ,
ഇനി നമ്മുടെ ലൈൻ ഓഫ് സൈറ്റിൻ്റെ എലിവേഷൻ, അതായത് ഡേറ്റത്തിൽ നിന്നുള്ള ലൈൻ ഓഫ് സൈറ്റിൻ്റെ ഹൈറ്റാണ് നമ്മുടെ ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ട് കറക്ഷൻസ് ഉണ്ട്, കർവേച്ചർ കറക്ഷൻ ഉണ്ട്, റിഫ്രാക്ഷൻ കറക്ഷൻ ഉണ്ട്. അപ്പോൾ ഡ്യൂ ടു കർവേച്ചർ ഓഫ് എർത്ത് നമ്മുടെ അപ്പാരൻറ്റ് സ്റ്റാഫ് റീഡിംഗ് എന്ന് പറയുന്നത് വിൽ ബി മോർ, ദാറ്റ് ഈസ് ദ ഓബ്ജക്റ്റ് അപ്പിയേഴ്സ് ലോവർ ദാൻ ദേ ആക്ച്വലി ആർ ആൻഡ് ദെയർഫോർ ദ കർവേച്ചർ കറക്ഷൻ ഇസ് നെഗറ്റീവ്. നമ്മൾ ലോങ് സൈഡ്സ് എടുക്കുമ്പോൾ നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ് ട്രൂലി സ്ട്രെയിറ്റ് ആയിരിക്കില്ല, അതിനൊരു ഡൗൺവേർഡ് ബെൻഡ് ഉണ്ടായിരിക്കും. ഓക്കെ, ദിസ് ഇസ് ഡ്യൂ ടു റിഫ്രാക്ഷൻ. സോ ഡ്യൂ ടു റിഫ്രാക്ഷൻ നമ്മുടെ അപ്പാരൻറ്റ് സ്റ്റാഫ് റീഡിംഗ് എന്ന് പറയുന്നത് ലെസ് ആയിരിക്കും, ദാറ്റ് ഈസ് ദ ഓബ്ജക്റ്റ് അപ്പിയേഴ്സ് ഹയർ ദാൻ ദേ ആക്ച്വലി ആർ and the refraction correction is positive. So correction due to curvature is negative and correction due to refraction is positive. Curvature correction the equation is minus 0.0785 d square. Refraction correction എന്ന് പറയുന്നത് 1/7 of curvature correction ആണ്, that is 0.0112 d square. Combined correction എന്ന് പറയുമ്പോൾ minus 0.0673 d square. d is in kilometers. ഇനി പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓഫ് ലെവൽ എന്ന് പറയുമ്പോൾ ടു മേക്ക് ദ ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ് പെർപെൻഡിക്കുലർ ടു ദ വെർട്ടിക്കൽ ആക്സിസ്, ടു മേക്ക് ദ ലൈൻ ഓഫ് കോളിമേഷൻ പാരലൽ ടു ദ ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ് ആൻഡ് ടു മേക്ക് ദ ഹൊറിസോണ്ടൽ ക്രോസ് ഹെയർ പെർപെൻഡിക്കുലർ ടു ദ വെർട്ടിക്കൽ ആക്സിസ്. ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ സെറ്റിംഗ് അപ്പ്, ലെവലിംഗ് അപ്പ് ആൻഡ് റിമൂവൽ ഓഫ് പാരലാക്സ്. പാരലാക്സ് റിമൂവ് ചെയ്യുന്നത് ബൈ ഫോക്കസിങ് ഒബ്ജക്റ്റീവ് ആൻഡ് ബൈ ഫോക്കസിങ് ഐ പീസ്. ഫോക്കസിങ് ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓബ്ജക്റ്റിന് ക്രോസ് ഹെയർസിൻ്റെ പ്ലെയിനിലോട്ട് കൊണ്ടുവരുന്ന ആ ഒരു ഓപ്പറേഷനാണ് ഫോക്കസിങ് ഒബ്ജക്റ്റീവ്. ഫോക്കസിങ് ഐ പീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രോസ് ഹെയർസിനെ വിസിബിൾ ആക്കുന്ന ആ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ പ്രോസസ്സിനെയാണ് നമ്മൾ ഫോക്കസിങ് ഐ പീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലെവലിങ്ങിന് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡ് ഉണ്ട്, റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് ഉണ്ട്. സോ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൊഫൈൽ ലെവലിങ്ങിനും സെറ്റിംഗ് ഔട്ട് വർക്ക്സിനുമാണ്. ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് കണ്ടുപിടിക്കും. നമുക്ക് റെഡ്യൂസ് ലെവൽ ഓഫ് ദ ബെഞ്ച് മാർക്ക് അറിയാം, നമ്മൾ ബാക്ക് സൈഡ് റീഡിംഗ് എടുക്കും, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് കിട്ടും. ഇനി ഏത് സ്റ്റേഷനിലെ എലിവേഷനാണോ കണ്ടുപിടിക്കേണ്ടത് ആ ഒരു സ്റ്റേഷനിൽ നമ്മൾ സ്റ്റാഫ് റീഡിംഗ് എടുക്കും. ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് നമ്മൾ സ്റ്റാഫ് റീഡിംഗ് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് റെഡ്യൂസ് ലെവൽ ഓഫ് ദ സ്റ്റേഷൻ കിട്ടും. ഇനി റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഫറൻഷ്യൽ ലെവലിങ്ങിനും ചെക്ക് ലെവലിങ്ങിനുമാണ്. അരിത്മെറ്റിക് ചെക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സം ഓഫ് ദ ബാക്ക് സൈഡ് മൈനസ് സം ഓഫ് ദ ഫോർത്ത് സൈഡ് ഇസ് ഈക്വൽ ടു ലാസ്റ്റ് റെഡ്യൂസ് ലെവൽ മൈനസ് ഫസ്റ്റ് റെഡ്യൂസ് ലെവൽ ഇസ് ഈക്വൽ ടു സം ഓഫ് റൈസ് മൈനസ് സം ഓഫ് ഫോൾ. ഇനി സെറ്റിൽമെൻറ്റ് ഓഫ് ട്രൈപോഡ്, അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ, വിൻഡ് വൈബ്രേഷൻ ഇതെല്ലാം നാച്ചുറൽ എറേഴ്സ് ആണ്. പെർമിസിബിൾ എറർ ഇൻ ലെവലിംഗ് എന്ന് പറയുന്നത് ±c√k, where k is in kilometers, error in mm and c is a constant. Depending upon the type of leveling, c യുടെ വാല്യൂ ഡിഫർ ചെയ്യും. റഫ് ലെവലിംഗ് ആണെങ്കിൽ c is equal to 96, ഓർഡിനറി ലെവലിംഗ് ആണെങ്കിൽ c is equal to 24, ആക്യുറേറ്റ് ലെവലിംഗ് ആണെങ്കിൽ c is equal to 12 and പ്രിസൈസ് ലെവലിംഗ് ആണെങ്കിൽ c is equal to 4 and വെരി പ്രിസൈസ് ലെവലിംഗ് ആകുമ്പോൾ c is equal to 1. അടുത്തത് റെസിപ്രോക്കൽ ലെവലിംഗ് ആണ്. ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ഡയറക്റ്റ് ലെവലിംഗ് ആണ്. നമുക്ക് രണ്ട് സ്റ്റേഷൻസും ഇൻ്റർവിസിബിൾ ആണ്, പക്ഷേ രണ്ട് സ്റ്റേഷനും ഇടയ്ക്ക് നമുക്കൊരു ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എക്സാമ്പിൾ ലെവലിംഗ് അക്രോസ് എ റിവർ, അങ്ങനെയുള്ള കേസസിലാണ് നമ്മൾ റെസിപ്രോക്കൽ ലെവലിംഗ് ചൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ രണ്ട് സ്റ്റേഷനിൽ നിന്നും നമ്മൾ റീഡിങ്സ് എടുക്കും. സ്റ്റേഷൻ എയിൽ നിന്നും നമ്മൾ രണ്ട് റീഡിങ്സ് എടുക്കും, സ്റ്റേഷൻ ബിയിൽ നിന്നും നമ്മൾ രണ്ട് റീഡിങ്സ് എടുക്കും. സോ ഈ ഒരു മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദിസ് ഇസ് മോർ ആക്യുറേറ്റ് മെത്തേഡാണ്. കാരണം ഇവിടെ രണ്ട് എറേഴ്സ് ആണ് എലിമിനേറ്റ് ആകുന്നത്. ഒന്ന് പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ ഉണ്ടാകുന്ന എറേഴ്സും, രണ്ട് കമ്പൈൻഡ് ഇഫക്റ്റ് ഓഫ് കർവേച്ചർ ആൻഡ് റിഫ്രാക്ഷൻ. സോ ഈ രണ്ട് എറേഴ്സ് ഇവിടെ എലിമിനേറ്റ് ആവുന്നുണ്ട്. സോ ദിസ് ഇസ് മോർ ആക്യുറേറ്റ്. ആൻഡ് ഇതിൻ്റെ ഇക്വേഷനും കൂടെ ഒന്ന് നോക്കി വയ്ക്കുക. ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സർവേയിങ് ആണ് പ്ലെയിൻ ടേബിൾ സർവേയിങ്. ഈ ഒരു പ്ലെയിൻ ടേബിൾ സർവേയിൽ നമുക്ക് ഫീൽഡ് വർക്കും ഓഫീസ് വർക്കും സൈമിൾട്ടേനിയസ് ആയിട്ട് ക്യാരി ഔട്ട് ചെയ്യാം. പ്രിൻസിപ്പിൾ ഓഫ് പ്ലെയിൻ ടേബിളിംഗ് ഇസ് പാരലലിസം. Plain table survey is mostly suitable for small scale survey. Size of the plain table is 75 by 60 cm. പല ടൈപ്സ് ഓഫ് പ്ലെയിൻ ടേബിൾസ് ഉണ്ട്. ട്രാവേഴ്സ് ടേബിൾ എന്ന് പറയുമ്പോൾ ലെവലിംഗ് ഇസ് ഡൺ ബൈ ലെഗ് അഡ്ജസ്റ്റ്മെൻറ്റ്. ജോൺസൺസ് ടേബിൾ എന്ന് പറയുമ്പോൾ ഒരു ലെവലിംഗ് ഹെഡ് ഉണ്ട്. ലെവലിംഗ് ഹെഡ് കൺസിസ്റ്റ് ഓഫ് എ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് ആൻഡ് വെർട്ടിക്കൽ സ്പിൻഡിൽ വിത്ത് 2 സ്ക്രൂസ്. കോസ്റ്റ് സർവേ ടേബിൾ എന്ന് പറയുമ്പോൾ ഹൈ പ്രിസിഷൻ വർക്ക്സിന് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലെയിൻ ടേബിൾ ആണ്. ഇവിടെ ലെവലിംഗ് ഹെഡിന് 3 സ്ക്രൂസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
ലൈൻ ഓഫ് സൈറ്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് അലിഡേഡ് ഉണ്ട് ആൻഡ് റൂളിംഗ് എഡ്ജ് ഓഫ് അലിഡേഡ് കണ്ടെയ്നിങ് ഗ്രാജുവേഷൻസ് ഇസ് കോൾഡ് ആസ് എ ഫിഡൂഷ്യൽ എഡ്ജ്. ലെങ്ത് ഓഫ് അലിഡേഡ് ഇസ് 50 cm. Alidade is made up of brass. ഇനി equipment used for centering and transferring the point to ground is a U-frame with a plumb bob. Accessory to make the table horizontal is a level tube. Accessory to mark the north direction is a tough compass. Graduations are provided at needle end with 0 at the middle and up to 5 degrees on either side of the tough compass. ഇനി നമ്മുടെ ഡ്രോയിങ് ഷീറ്റ്സ് ആക്യുറേറ്റും ഇമ്പോർട്ടൻറ്റ് വർക്ക്സിനും നമ്മൾ ഫൈബർ ഗ്ലാസ് ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. റെയിനി സീസണിൽ സിങ്ക് അല്ലെങ്കിൽ സെലുലോയിഡ് ഷീറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പ്ലെയിൻ ടേബിളിന് ട്രൈപോഡിലോട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഫിക്സിംഗ് എന്ന് പറയുന്നത്. സെൻറ്ററിംഗ് എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് സെറ്റിംഗ് അപ്പ് ദ ഇൻസ്ട്രുമെൻറ്റ് ഓവർ എ പോയിന്റ് സച്ച് ദാറ്റ് ഇറ്റ് ഇസ് പ്ലോട്ടഡ് എക്സാക്ട്ലി ഓൺ ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിലുള്ള പോയിന്റും പ്ലെയിൻ ടേബിൾ അല്ലെങ്കിൽ നമ്മുടെ ഡ്രോയിങ് ഷീറ്റിലുള്ള പോയിന്റും രണ്ടും ഒരേ ലൈനിലാക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ സെൻറ്ററിംഗ്. ലെവലിംഗ് ആൻഡ് സെൻറ്ററിംഗ് ആർ ഡൺ സൈമിൾട്ടേനിയസ്ലി. ഓറിയൻറ്റേഷൻ എന്ന് പറയുമ്പോൾ പ്രോസസ് ഓഫ് സെറ്റിംഗ് അപ്പ് ദ ഇൻസ്ട്രുമെൻറ്റ് ഓവർ എ സ്റ്റേഷൻ സച്ച് ദാറ്റ് all the lines already plotted are parallel to the corresponding lines on the ground. പ്ലോട്ട് ചെയ്ത എല്ലാ ലൈൻസും ഗ്രൗണ്ട് ലൈൻസുമായിട്ട് പാരലൽ ആയിരിക്കും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. ആൻഡ് മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് ഓഫ് ഓറിയൻറ്റേഷൻ ഇസ് ബൈ ബാക്ക് സൈറ്റിംഗ്. Permanent adjustment made in a plane table is to make the line of sight parallel to the ruling edge. സോ പ്ലെയിൻ ടേബിൾ സർവേയിൽ നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട്. റേഡിയേഷൻ, ഇൻ്റർസെക്ഷൻ ആൻഡ് റിസെക്ഷൻ. സോ റേഡിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു സിംഗിൾ സ്റ്റേഷൻ പോയിന്റിൽ നിന്ന് നമ്മൾ എല്ലാ പോയിൻറ്റ്സും സൈറ്റ് ചെയ്ത് റേസ് വരച്ചിട്ട് നമ്മൾ റേഡിയൽ ഡിസ്റ്റൻസസ് മെഷർ ചെയ്ത് പ്ലോട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് റേഡിയേഷൻ മെത്തേഡ്. റേഡിയേഷൻ മെത്തേഡ് സ്മോൾ ഏരിയാസിനൊക്കെയാണ് സ്യൂട്ടബിൾ. മാത്രമല്ല ഒരു സിംഗിൾ പോയിന്റിൽ നിന്ന് നമുക്ക് എല്ലാ പോയിൻറ്റ്സും കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ റേഡിയേഷൻ മെത്തേഡാണ് ചൂസ് ചെയ്യുന്നത്. ഇൻ്റർസെക്ഷൻ മെത്തേഡ് ഇസ് ഓൾസോ കോൾഡ് ആസ് ഗ്രാഫിക്കൽ ട്രയാങ്കുലേഷൻ. ഇൻ്റർസെക്ഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് 2 സ്റ്റേഷൻ പോയിൻറ്റ്സ് ഉണ്ട്. ഓരോ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്യും ആൻഡ് റേസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ പോയിൻ്റാണ് നമ്മുടെ റിക്വയർഡ് പോയിൻറ്റ്. ഇനി നമ്മുടെ സ്റ്റേഷൻ പോയിൻറ്റ്സ് രണ്ടും കണക്ട് ചെയ്യുന്ന ആ ഒരു ലൈനിനെയാണ് നമ്മൾ ബേസ് ലൈൻ എന്ന് പറയുന്നത്. ഇനാക്സസിബിൾ പോയിൻറ്റ്സ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട് യൂസിങ് ഇൻ്റർസെക്ഷൻ. ഇനി റിസെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പ്ലോട്ട് ചെയ്ത നോൺ ആൻഡ് വിസിബിൾ പോയിൻറ്റ്സ് യൂസ് ചെയ്ത് നമ്മൾ കറണ്ട് പ്ലെയിൻ ടേബിൾ സ്റ്റേഷൻ ലൊക്കേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റിസെക്ഷൻ എന്ന് പറയുന്നത്. സോ റിസെക്ഷൻ ഇസ് യൂസ് ടു ലൊക്കേറ്റ് ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ. സോ ഇൻ്റർസെക്ഷനും റേഡിയേഷനും നമ്മൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനും റിസെക്ഷൻ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ ലൊക്കേറ്റ് ചെയ്യാനുമാണ് യൂസ് ചെയ്യുന്നത്. ഇനി അൺപ്ലോട്ടഡ് സ്റ്റേഷനിൽ നിന്ന് നോൺ പോയിൻറ്റ്സിലോട്ട് വരയ്ക്കുന്ന ആ ഒരു റേസിനെയാണ് നമ്മൾ റിസെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. മെത്തേഡ് ഓഫ് റിസെക്ഷൻ 2 പോയിൻറ്റ് ആൻഡ് 3 പോയിൻറ്റ്. 2 പോയിൻറ്റ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ 2 വെൽ ഡിഫൈൻഡ് പോയിൻറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കറണ്ട് പ്ലെയിൻ ടേബിൾ സ്റ്റേഷൻ ലൊക്കേറ്റ് ചെയ്യുന്നത്. 2 പോയിൻറ്റ് പ്രോബ്ലം ഇസ് യൂസ്ഡ് വെൻ പോയിൻറ്റ്സ് ആർ ഇനാക്സസിബിൾ ആൻഡ് ആക്യുറസി ഓഫ് റിസെക്ഷൻ റിക്വയർഡ് ഇസ് ലോ. ഇനി 3 വെൽ ഡിഫൈൻഡ് പോയിൻറ്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്ലെയിൻ ടേബിൾ സ്റ്റേഷൻ ലൊക്കേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് 3 പോയിൻറ്റ് പ്രോബ്ലം. 3 point problem is done by mechanical method or tracing paper method or tracing cloth method, graphical method or Bessel's graphical solution, trial and error method or Lehman method or triangle of error method. So ഒന്നിലധികം നെയിംസ് ഉണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് നോക്കി വയ്ക്കുക. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. ഈ ഒരു ക്വിക്ക് റിവിഷൻ സീരീസിൻ്റെ നോട്ട്സ് നിങ്ങളുടെ ഓവർസിയർ ടെസ്റ്റ് സീരീസിൻ്റെ കൂടെ നമ്മുടെ അമേസ് അക്കാഡമി ആപ്പിൽ അവൈലബിൾ ആണ്. സോ ഈ ഒരു നോട്ട്സ് കിട്ടാനായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മുടെ അമേസ് അക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെത്തേഡ് ഓഫ് സോൾവിങ് എ 3 point പ്രോബ്ലം ഇസ് ഗ്രാഫിക്കൽ മെത്തേഡ്. ഇനി നമ്മുടെ പ്ലെയിൻ ടേബിളിൻ്റെ ഓറിയൻറ്റേഷൻ കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ 3 റിസെക്റ്റേഴ്സും ഒരു പോയിന്റിലായിരിക്കില്ല മീറ്റ് ചെയ്യുന്നത്. ദേ ഫോം എ സ്മോൾ ട്രയാങ്കിൾ. ഈ ഒരു ട്രയാങ്കിളിനെയാണ് ട്രയാങ്കിൾ ഓഫ് എറർ എന്ന് പറയുന്നത്. 3 വെൽ ഡിഫൈൻഡ് പോയിന്റ്സ് കൂടെ പാസ് ചെയ്യുന്ന സർക്കിളിനെയാണ് നമ്മൾ ഗ്രേറ്റ് സർക്കിൾ എന്ന് പറയുന്നത്. ആ ഒരു ട്രയാങ്കിളിനെയാണ് നമ്മൾ ഗ്രേറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. The accuracy with which the resection can be done at that station is called as strength of fix. And strength of fix is good if middle station is nearer to the instrument station, if one angle is small and other angles are large, and strength of fix is poor if the station lies on the great circle.
So, lines joining point of equal elevation is called as a contour line, and contour lines ഒരു ഏരിയയിലെ contour lines കാണിക്കുന്ന ഒരു മാപ്പിനെയാണ് നമ്മൾ contour map എന്ന് പറയുന്നത്. Contour lines drawn underwater is called as fathoms or submarine contours. രണ്ട് കോൺസിക്യൂട്ടീവ് കോണ്ടൂർസ് തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ കോണ്ടൂർ ഇൻ്റർവെൽ എന്ന് പറയുന്നത്. നമ്മുടെ സർവേ ചെയ്യുന്ന ഏരിയ സ്മോൾ ആണെങ്കിൽ നമ്മുടെ കോണ്ടൂർ ഇൻ്റർവെൽ സ്മോൾ ആയിരിക്കും. നമുക്ക് ഡീറ്റെയിൽഡ് സർവേ ആണ് വേണ്ടതെങ്കിൽ നമ്മുടെ കോണ്ടൂർ ഇൻ്റർവെൽ സ്മോൾ ആയിരിക്കും. നമ്മുടെ ഗ്രൗണ്ട് സ്റ്റീപ്പർ ആണെങ്കിൽ നമ്മുടെ കോണ്ടൂർ ഇൻ്റർവെൽ സ്മോൾ ആയിരിക്കും. ആൻഡ് കോണ്ടൂർ ഇൻ്റർവെൽ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്കെയിൽ ഓഫ് ദി മാപ്പ്. For large-scale maps of flat country, for building sites, for detailed design work and for calculation of quantities of earthwork, the contour interval will be 0.2 to 0.5 meters. Contour interval for reservoirs and town planning schemes is 0.5 to 2 meters. Contour interval for location survey is 2 to 3 meters. ഇനി രണ്ട് കോൺസിക്യൂട്ടീവ് കോണ്ടൂർസ് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മെഷർഡ് ടു ദ സ്കെയിൽ ഓഫ് മാപ്പ് ഇസ് കോൾഡ് ആസ് എ ഹൊറിസോണ്ടൽ ഇക്വലൻറ്റ്. ഒരു മാപ്പിൽ ത്രൂ ഔട്ട് ആയിട്ട് കോണ്ടൂർ ഇൻ്റർവെൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും, പക്ഷേ ഹൊറിസോണ്ടൽ ഇക്വലൻറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കണമെന്നില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്റ്റീപ്നെസ് ഓഫ് ദ ഗ്രൗണ്ട്. സ്റ്റീപ്പർ ദ ഗ്രൗണ്ട്, ലെസ്സർ വിൽ ബി ദ ഹൊറിസോണ്ടൽ ഇക്വലൻറ്റ്. ഇനി line lying throughout on the surface of the ground and preserving a constant inclination to the horizontal is contour gradient or grade contour, that is a ratio of vertical height to the specified horizontal distance. ഇനി ക്ലോസ്ലി സ്പേസ്ഡ് കോണ്ടൂർസ് ആണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ് സ്റ്റീപ്പ് സ്ലോപ്സ്, വൈഡ്ലി സ്പേസ്ഡ് കോണ്ടൂർസ് ആണെങ്കിൽ ഫ്ലാറ്റർ സ്ലോപ്സ്, യൂണിഫോംലി സ്പേസ്ഡ് കോണ്ടൂർ ലൈൻസ് ആണെങ്കിൽ യൂണിഫോം സ്ലോപ്സ്. Contour lines are straight, parallel and equally spaced ആണെങ്കിൽ it indicates a plane surface. A series of closed contour lines with higher values inside represents a hill and higher values outside indicates a depression. A contour line crosses a ridge or a valley at right angles. Contour line with U-shape having convexity towards the lower ground is a ridge. Contour line with V-shape having convexity towards the lower ground indicates a valley. Contour lines cannot merge or cross one another except in case of an overhanging cliff. Contour lines never run into one another except in case of a vertical cliff. Depressions between summits is called as saddle. Line passing through saddles and summit gives watershed line. Top point of a hill is called as ridge point. Bottom point of a valley is called as valley point. For constant slope, contour interval is constant. ഇനി നമുക്ക് കോണ്ടൂറിങ്ങിന് ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും ഉണ്ട്. സോ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കോണ്ടൂർസ് ഫീൽഡിൽ ഡയറക്റ്റ്ലി ലൊക്കേറ്റ് ചെയ്യും ആൻഡ് കോണ്ടൂർസിൽ ലൈ ചെയ്യുന്ന പോയിൻറ്റ്സ് മാത്രമായിരിക്കും നമ്മൾ സർവേ ചെയ്യുന്നത്. ഡയറക്റ്റ് മെത്തേഡിൽ രണ്ട് കൺട്രോൾസ് ഉണ്ട്. വെർട്ടിക്കൽ കൺട്രോൾ ഉണ്ട്, ഹൊറിസോണ്ടൽ കൺട്രോൾ ഉണ്ട്. വെർട്ടിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത് ആ കോണ്ടൂർസിൽ ലൈ ചെയ്യുന്ന പോയിൻറ്റ്സിനെ ഫൈൻഡ് ചെയ്യുന്ന പ്രോസസ്സാണ് വെർട്ടിക്കൽ കൺട്രോൾ. ഹൊറിസോണ്ടൽ കൺട്രോൾ എന്ന് പറയുമ്പം ഈ എസ്റ്റാബ്ലിഷ് ചെയ്ത പോയിൻറ്റ്സിനെ സർവേ ചെയ്ത് പ്ലോട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഹൊറിസോണ്ടൽ കൺട്രോൾ. ഇൻഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് റാൻഡമായിട്ട് ഗൈഡ് പോയിൻറ്റ്സ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ കോണ്ടൂർസ് ഇൻ്റർപൊളേഷൻ വഴിയാണ് പ്ലോട്ട് ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് മെത്തേഡിൽ വരുന്ന രണ്ട് മെത്തേഡ്സ് ആണ് മെത്തേഡ് ഓഫ് സ്ക്വയേഴ്സും മെത്തേഡ് ഓഫ് ക്രോസ് സെക്ഷനും. ഇൻഡയറക്റ്റ് മെത്തേഡ് യൂസ് ഫോർ സ്മോൾ ഓപ്പൺ ഏരിയാസ് വെയർ ഏരിയ ഈസ് ഡിവൈഡഡ് ഇൻ ടു നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ആൻഡ് ഗ്രിഡ് പോയിൻറ്റ്സ് ഇസ് കോൾഡ് ആസ് മെത്തേഡ് ഓഫ് സ്ക്വയേഴ്സ്. ആൻഡ് മെത്തേഡ് ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് കോണ്ടൂറിങ് സ്യൂട്ടബിൾ ഫോർ ദ സർവേസ് ഓഫ് long narrow strips such as road, railway or canal alignment. Contouring method suitable for hilly areas എന്ന് ചോദിച്ചാൽ tachyometric method. ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ ഡയറക്റ്റ് മെത്തേഡ് ഇസ് മോസ്റ്റ് ആക്യുറേറ്റ് ബട്ട് സ്ലോ ആൻഡ് ടീഡിയസ്. ഇൻഡയറക്റ്റ് മെത്തേഡ് ഇസ് നോട്ട് സോ ആക്യുറേറ്റ് ബട്ട് റാപ്പിഡ് ആൻഡ് ലെസ് ടീഡിയസ്. ഡയറക്റ്റ് മെത്തേഡ് എക്സ്പെൻസീവ് ആണ്, ഇൻഡയറക്റ്റ് മെത്തേഡ് ചീപ്പർ ആണ്. ഡയറക്റ്റ് മെത്തേഡ് ഹില്ലി ഏരിയാസിന് സ്യൂട്ടബിൾ അല്ല, ഇൻഡയറക്റ്റ് മെത്തേഡ് ഹില്ലി ഏരിയാസിൽ സ്യൂട്ടബിൾ ആണ്. ഡയറക്റ്റ് മെത്തേഡിൽ ഡ്യൂറിംഗ് ദ വർക്ക് കാൽക്കുലേഷൻസ് ക്യാൻ ബി ഡൺ. ഇൻഡയറക്റ്റ് മെത്തേഡിൽ കാൽക്കുലേഷൻസ് ആർ നോട്ട് റിക്വയർഡ് ഇൻ ദ ഫീൽഡ്. ഡയറക്റ്റ് മെത്തേഡിൽ കാൽക്കുലേഷൻ cannot be checked after contouring. Indirect മെത്തേഡിൽ calculation can be checked as and when required. Ceylon gut tracers are used to establish contour map on the ground. Equipment used to set out bottom gradient in a canal is called as boning rod.
Thank you guys. We'll come up with the next part. So till then, keep learning and stay safe.